ഞാനിന്നൊരു റേസിന് പോവാണ്. കഫേ റേസ് എന്നല്ല, ഒരു ക്ലാസിക് വണ്ടികളുടെയൊക്കെ റേസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇതിൻ്റെ ഷോയും നടക്കുന്നുണ്ട്. സോ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ ഈ ഒരു സംഭവത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ തന്നെ പുള്ളി ഒരു കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്ത് പുള്ളി അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ടീമുണ്ട് അവിടെ. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ വരാൻ പറഞ്ഞു, ടിക്കറ്റ് എടുക്കണം, പക്ഷേ അവിടെ പോകണം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ബൈക്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം കാലാവസ്ഥ നോക്കുന്നതാണ്. കാരണം ഫ്രാൻസിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ചെറിയ മഴ കൊള്ളാം, നല്ല ചെറിയ കാറ്റ് വീശാം, അല്ലെങ്കിൽ തണുപ്പ് ചെറുതായിട്ട് വരാം, അല്ലെങ്കിൽ സൂര്യപ്രകാശം ഇല്ലാത്ത ക്ലൗഡി ആയി നിൽക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് വണ്ടി ഓടിക്കാനും അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു വൈബ് കിട്ടണമെന്നില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ പോകുന്നത് പാരീസ് റീജിയണിലുള്ള ക്ലാസിക് മോട്ടോർ സൈക്കിൾസിൻ്റെ ആദ്യത്തെ ഇവൻറ്റിനാണ്. അപ്പോൾ അവിടെയാണ് ഇന്നൊരു റേസ് ഉള്ളത്. 2026 ഈ സമ്മർ സമയത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെയിൽ വന്നൊരു സമയത്തെ ആദ്യത്തെ ഇവൻ്റാണിത്. അത് പാരീസിനടുത്തുള്ള ഒരു സ്ഥലത്താണ് നടക്കുന്നത്, CDG എയർപോർട്ടിനടുത്ത് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഫ്രണ്ട് ഏബൽ വർക്ക് ചെയ്യുന്ന കമ്പനിയായിട്ടുള്ള ഒരു ടെൻഡൻ സോട്ട്സറും അവരുടെ ടീമും എല്ലാം അവിടെ റേസിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വണ്ടികൾ അവിടെ അവർ ഷോ ചെയ്യുന്നുണ്ട്. അവരുടെ വണ്ടികൾ മെയിനായിട്ട് ജാവയും റോയൽ എൻഫീൽഡുമാണ്. സോ റോയൽ എൻഫീൽഡിൻ്റെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ടീമാണ് അവർ ശരിക്കും പറഞ്ഞത് പാരീസിൽ. അവരുടെ മെയിൻ റേസിംഗ് വണ്ടികൾ നമ്മുടെ ഈ ഓടിക്കുന്ന GT ആണ് അവരുടെ മെയിൻ ആയുധങ്ങൾ. ഇതാണ് അവരുടെ എൻട്രി. ഇതിനകത്താണ് ആ ഒരു സർക്യൂട്ട്, അതായത് ആ ഒരു റേസിംഗ് ട്രാക്കും ഇവരുടെ ക്യാമ്പുകളും എല്ലാം ഉള്ളത്. എല്ലാ വണ്ടികളുടെയും ക്യാമ്പ് ഇതിനകത്തുണ്ട്. ഡ്യുക്കാട്ടി, KTM, ഹാർലി ഡേവിഡ്സൺ, ജാവ, ചിലപ്പോൾ ചിലത് കമ്പനി ആയിരിക്കണമെന്നില്ല, അവൻ്റെ ഡീലേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡീലേഴ്സാണിത്. അപ്പോൾ ഇതൊക്കെയാണ് വിസിറ്റേഴ്സിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ. ഇത് വേറൊരു റോയൽ എൻഫീൽഡ് അപ്പച്ചൻ. സോ ഇതാണ് അവരുടെ ട്രാക്ക്. ഇതൊക്കെ ഇപ്പോൾ ഈ കാണുന്ന 2 വണ്ടികളും നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ GT വണ്ടികളാണ്. ഇവരുടെ ഏബലിൻ്റെ കമ്പനിയുടെ വണ്ടികളാണ്. ഏബലിൻ്റെ വണ്ടിയാണ് ഈ വരുന്നത്. ഏബൽ ആദ്യമായിട്ട് ഗൊറില്ല എന്ന് പറഞ്ഞ 450cc റോയൽ എൻഫീൽഡ് വണ്ടിയിൽ ആദ്യമായിട്ട് റേസ് ചെയ്യുന്ന ഏബലാണ് ഫ്രാൻസിൽ. അപ്പോൾ ഇതാണ് റേസിന് പോകുന്നതിന് മുമ്പുള്ള അവരുടെ ആ ഒരു ടീം. ഇത് ഏബൽ, അങ്ങനെ ഒരു ഏകദേശം ഒരു 4-5-6 പേരുണ്ടായിരുന്നു. ഒരു ഗൊറില്ലയും 4-5 GT വരുന്നുണ്ടായിരുന്നത്. എനിക്ക് പല കാര്യങ്ങളിൽ ഫ്രാൻസിൽ വന്നു കഴിഞ്ഞപ്പം പല കാര്യങ്ങളിൽ ഒരു വിവേചനം എന്നൊക്കെ പറയത്തില്ല, അതിങ്ങനെ നേരിട്ടിട്ടുണ്ടെങ്കിലും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ വണ്ടികളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ വേണ്ട. ഈ വണ്ടി ഭ്രാന്ത് എന്ന് പറയുന്നത് എല്ലാ ലോകത്തും എല്ലാ രാജ്യത്തും ഒരേ വൈബ് തന്നെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല ക്ലൈമറ്റ്, ഈ GT ഒക്കെ ആയതുകൊണ്ട് ഒന്ന് കൈ കൊടുക്കാൻ തോന്നിപ്പോവും. അങ്ങനെ കൈ ആവശ്യമില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. പിന്നെ ക്യാമറാസ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്, ഫൈൻ നല്ല രീതിയിൽ അടിച്ച് കിട്ടും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിലാണ് ഞാനിപ്പോൾ വണ്ടി കൊണ്ട് പോകുന്നത്. റെക്കമെൻഡ് ആണെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക, അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ താങ്ക് യു. ഇനിയും വേറെ പുതിയ വീഡിയോസിൽ കാണാം. ബൈ ബൈ, എൻജോയ്.